നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കലോത്സവങ്ങളിലും ഈ ലൈറ്റ് സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പലവട്ടം കേട്ടിട്ടൊക്കെയാണ്, പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് ഈ സൗണ്ടിൻ്റെ പ്രോബ്ലം കാര്യങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതല്ല. അതെ അതെ. ഇപ്പോൾ നമ്മുടെ കൊല്ലത്ത് കലോത്സവം വന്നപ്പോൾ ഈ 24 വേദികളിലും സൗണ്ട് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ടാസ്കായിരിക്കും ചിലപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പിൻ്റെ മുഖത്ത് വന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഈ അസി സൗണ്ട് ഇതുവരെ കലോത്സവം നടക്കുന്ന സമയത്ത് ഒരിടത്തും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ കൃത്യമായിട്ട് ഏകദേശം ഒരു 500ഓളം സ്റ്റാഫുകൾ രാപകരില്ലാതെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അഹോരാത്രം കഷ്ടപ്പെട്ട് ഇവിടുത്തെ ശബ്ദം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? തീർച്ചയായിട്ടും. ഇന്നലെ രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഈ ആശ്രമ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിലുള്ള ശബ്ദം എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ കലോത്സവ വേദികളെ ഇത്ര ഗംഭീരമായിട്ട് ലൈറ്റപ്പുകളിലൂടെയും ശബ്ദവിന്യാസങ്ങളിലൂടെയൊക്കെ സഹായിക്കുന്ന അസി സൗണ്ടിന്റെ സാരഥികളെ നമുക്ക് പോയി കണ്ടാലോ? തീർച്ചയായിട്ടും. നമ്മുടെ സ്റ്റേജിന്റെ മുഖ്യ വേദിയായ ആശ്രമ ഗ്രൗണ്ടിന്റെ വേദിയിൽ ബാക്കി ഇലക്ട്രിക് സെക്ഷന്റെ ഭാഗത്ത് അസി സൗണ്ടിന്റെ സാരഥികളായ അതിന്റെ 4 സഹോദരങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഈ കലോത്സവ കാര്യങ്ങളെ കുറിച്ച് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് പോയാലോ ക്യാമറമാനെ? 62ാമത് സ്കൂൾ സംസ്ഥാന കലോത്സവം കൊല്ലത്ത് അരങ്ങേറുമ്പോൾ കൊല്ലത്തിൻ്റെ രാത്രികളെ പകലുകളാക്കുന്ന ശബ്ദ വർണ്ണ വിസ്മയം കൊണ്ട് വലിയൊരു കല കാഴ്ചവെക്കുന്ന അസി സൗണ്ട് ഒരുപക്ഷെ നമ്മുടെ കലാമത്സരങ്ങളെ ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ അതിൻ്റെ എല്ലാ മേന്മയോടും കൂടി ജനങ്ങളുടെ കലാപ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന അസി സൗണ്ടിൻ്റെ സാരഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവരുമായി ഈ കലോത്സവ വാർത്തകളും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. 15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൊല്ലത്തെ മണ്ണിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം വരികയാണ്. എന്താണ് നിങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്? ഈ ഒരു സംസ്ഥാന കലോത്സവത്തിന്റെ വർക്കിനെ എങ്ങനെയാണ്? 56 തുടങ്ങിയതാണ്. 67 വർഷത്തെ 1956 ഭാരത് തുടങ്ങി വെച്ചത്. അന്ന് മുതൽ ഇതിൻ്റെ വർക്കുകൾ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഇത് 62ാമത് വന്നത് 15 വർഷത്തിന് ശേഷമാണ്, കൊല്ലത്ത് വന്നതിന് ശേഷമാണ് ഇത് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് എല്ലാ വേദികളിലും നമ്മളാണ് അതിൻ്റെ കോൺട്രാക്ട് മൊത്തം എടുത്തിട്ടുള്ളത്. അതായത് മെയിൻ വേദി, പിന്നെ ഫുഡ് കോർട്ട്, പിന്നെ 24 മറ്റ് വേദികൾ, പിന്നെ രജിസ്ട്രേഷൻ, പിന്നെ സംഘത്തിൻ്റെ ബോയ്സ് ഹൈസ്കൂള്, അതിൻ്റെ ദ്രുതഗതിയിൽ അതിൻ്റെ വർക്കുകളെല്ലാം ഏകദേശം കഴിഞ്ഞ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ. അപ്പോൾ നമ്മുടെ കലോത്സവം സ്റ്റാർട്ട് ചെയ്തത് 4-ാം തീയതി ആയിരുന്നു. പക്ഷേ ഈ 4-ാം തീയതിക്ക് മുമ്പേ എത്ര നാളുകൾക്ക് മുമ്പേ ഇതിന്റെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതിന്റെ വർക്കുകൾ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഏകദേശം എത്രത്തോളം തൊഴിലാളികൾ നമ്മളെ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 10-70 പേരുണ്ടാവും. 70-75 പേരോളം ഉണ്ട്. ഈ 24 വേദികളിലായിട്ട് 70 സ്റ്റാഫ്. 24 വേദിയിൽ 4 പേര് വെച്ചിട്ടാണ്. പിന്നെ ഫുഡ് കോർട്ട് വേറെ, അവിടെ ഒരു 4 പേര്, പിന്നെ ഇവിടെ ഒരു 12 പേര്, അങ്ങനെ എല്ലാ വേദിയിലും മിനിമം 4 പേര് വെച്ച് വേണ്ട. അത്യന്തം നമ്മൾ ഈ മത്സരത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശബ്ദത്തിനും വർണ്ണങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. തീർച്ചയായും. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ലൈറ്റും സൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും അല്ല, അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു വീഴ്ച ലൈറ്റിനകത്തും സൗണ്ടിനകത്തും വന്നിട്ടില്ല. അത് ഇതുവരെ അങ്ങനെ ഒരു വിഷയമില്ലാതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങളെ സംബന്ധിച്ച് 67 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം തട്ടകത്തിൽ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? അതൊരു ഭയങ്കര സന്തോഷമാണ്. ഒരു ദേശീയോത്സവം മാതിരിയാണ് നമ്മൾ ചെയ്യുന്നത്. സന്തോഷവും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കൊല്ലമല്ലേ, കൊല്ലത്തിൻ്റെ രീതിയിലുള്ള അനുസരിച്ചിട്ട് ആ ഒരു നല്ല രീതിയിൽ തന്നെയാണ്, പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെയാണത് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് കൊല്ലത്തിൻ്റെ ഒരു കൊല്ലക്കാരനല്ലേ, അപ്പോൾ കൊല്ലത്തിൻ്റെ ഒരു പേര് നിലനിർത്താനും കൊല്ലത്താണ് സംഭവം നടക്കുന്നതെന്നും ജനങ്ങൾ വന്ന് കാണുമ്പോൾ കൊല്ലത്തിൻ്റെ ഈ ഒരു ശബ്ദവും വെളിച്ചവും കൊണ്ട് അലങ്കരിച്ച് നല്ല വൃത്തിയായി
എടുക്കണമെന്നുള്ള ആ ഒരു മാനദണ്ഡത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. സാറേ, നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദികളിലെ ഈ സൗണ്ട് സിസ്റ്റം പലയിടത്ത് ഫെയിലിയറായി കുറേ വിമർശനങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ വർക്ക് ചെയ്യുന്നവർക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദി കുറച്ചുകൂടെ ടെൻഷൻ പിടിച്ചതായിരുന്നു. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് പിന്നെ കേരളത്തിലെ VVIP പ്രൈം മിനിസ്റ്റർ വിസിറ്റ്, പ്രസിഡന്റ് വിസിറ്റ്, വൈസ് പ്രസിഡന്റ് വിസിറ്റ്, അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു 90% ഞങ്ങളാണത് VIP ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ CMൻ്റെ എല്ലാ പാർട്ടിയുടെയും ഏത് കാലത്തെയും CMൻ്റെ വർക്കുകൾ നമ്മൾ വളരെ മുൻകൂട്ടി കരുതി ഭംഗിയായും വൃത്തിയായാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ CMൻ്റെ കേരളീയം, പിന്നെ എൻ്റെ കേരളം, പിന്നെ ഇപ്പോൾ ഈ നവകേരള യാത്ര, ഇതിൻ്റെയൊക്കെ 7-10 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിസ്റ്റം അറിയാം, CMൻ്റെ ക്വാളിറ്റി, ആ CMന് വരുന്ന സാധനങ്ങൾ ഏതൊക്കെ വെക്കേണ്ടത്, പിന്നെ ഈ അവർ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ തീരുമാനങ്ങൾ അവരനുസരിച്ചിട്ട്, പിന്നെ PWD സൂപ്പർവിഷനിൽ, ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലിൻ്റെ സൂപ്പർവിഷനിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ആ രീതിയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. 67 വർഷത്തെ പാരമ്പര്യമുണ്ട് അസീസ് സൗണ്ടിന്. അപ്പോൾ ഞാൻ കേട്ടത്, ഇതിനിടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, എവിടെ എനിക്കൊന്ന് ഇരുപുരത്തു നിന്ന് വന്നു, അതാ കണ്ണൂരിന്നോ എവിടെ ഒരു വന്നിട്ട്? അല്ലല്ല, ഞങ്ങൾ കണ്ണൂർ കാസർഗോഡ് വരെ വർക്ക് ചെയ്യുന്നു. ചെയ്തിട്ട് ലാസ്റ്റ് ഇപ്പോൾ കൊല്ലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കീഴിൽ 4 സഹോദരങ്ങളുണ്ട്. അവരെയും കൂടെ പ്രയത്നത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. അതെ, ഒരു ഇതിനകത്ത് ഐക്യതയിൽ, കൂട്ടായ്മ ഐക്യതയിലാണ് നമ്മൾ കാണുന്ന ഒരു വസ്തുത. ഒരു കുടുംബത്തിന്റെ സഹോദരങ്ങളുടെ ഒരു കുടുംബൈക്യമാണ് അസീസ്. തീർച്ചയായും 100% അതാണ് അതിന്റെ വിജയം. ആ ഐക്യം നിങ്ങൾ ചെയ്യുന്ന വർക്കുകളിലും പ്രകടമാകുന്നു. എല്ലാം 100%. ഞങ്ങളെല്ലാ തൊഴിൽ മേഖലയിലും എല്ലാ മേഖലയിലും ആ ഒരു ഐക്യമാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും. ഇനി തുടർന്ന് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതുകൂടാതെ ഇവിടെ ഡിജിറ്റൽ 1,00,000 വാട്ട്സിന്റെ ഡിജിറ്റൽ സൗണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എല്ലാം ഇവിടെ ഈ പാനലുകളായാലും ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് കേബിൾ, UG കേബിളാണ് മൊത്തം. എല്ലാം കേബിളിംഗ് ആണ് മൊത്തം ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും. ഒരു വയർ പോലും ടോപ്പിൽ കൂടെ ഇല്ല, എല്ലാം അണ്ടർഗ്രൗണ്ട് കേബിളാണ് കംപ്ലീറ്റ്. അതായത് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരവും PWD നിർദ്ദേശപ്രകാരമുള്ള രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചുള്ള വയറിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം ഡിജിറ്റലാണ് എല്ലാം. അപ്പോൾ അത്